അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, 2 തെറ്റുകൾ ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടുകാർക്ക് ആയുസ് കുറവാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. 2 പാപം, 2 തെറ്റുകൾ ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടുകാർക്ക് ആയുസ് കുറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 2 തെറ്റുകൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഉണ്ടെങ്കിൽ തിരുത്തുവോ മനുഷ്യന്മാരെ? തിരുത്തുവോ? തിരുത്തിയില്ലെങ്കിൽ 60ാമത്തെ വയസ്സിൽ പോകണ്ട, നീ 30-ലേ പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്ത്? 2 പാപങ്ങൾ ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടുകാരന്റെ ആയുസ് കുറവാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇൻഷാല്ലാഹ് തിരുത്തൂലേ? തിരുത്താമെന്ന് നിയത്ത് ചെയ്യുന്നവർ കൈപൊക്കിക്കേ. എല്ലാവരുടെയും വീട്ടിലുള്ള 2 തെറ്റാ. ആരും വിചാരിക്കണ്ട മലക്കുകളാണെന്ന്. വേണമെങ്കിൽ പൊക്കിയാ മതി. കാരണം എന്തേ? നഷ്ടം നിനക്ക, വേറൊന്നില്ല. നഷ്ടം നിനക്ക. കാരണം എന്തേ? ഹദീസിൽ കാണാം, വീട്ടുകാരൻ ആയുസ് കുറയുമെന്ന്. ഹദീസ് എങ്ങനെ? 2 പാപങ്ങൾ ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടുകാരൻ ആയുസ് കുറയും. നിന്റെ പെണ്ണുപിള്ളയ്ക്ക് നഷ്ടമൊന്നുമില്ല, നിനക്കാ നഷ്ടമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഈ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്ക്. എല്ലാവരും സ്വാർത്ഥരാകുന്ന ഒരു സമയം എപ്പോഴാണെന്നറിയോ? മരിച്ചു വീട്ടിൽ പോയിട്ടില്ലേ? എല്ലാവരും മരിച്ചു വീട്ടിൽ പോയിട്ടില്ലേ? നിങ്ങൾ എന്തപ്പോ പെണ്ണുമ്പിള്ള അടുത്ത് പിണങ്ങിയിരിക്കണം പോയിട്ടില്ലേ? പോയിട്ടുണ്ട്. പോകുമ്പോ ഇനി ഒരു കാര്യം നോക്കണം. മരിച്ച വീട്ടിൽ പോകുമ്പോ നമ്മുടെ ഈ അഹങ്കാരവും വാശിയും എല്ലാം മാറാൻ നന്നാകാൻ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ഇനി മുതൽ മരിച്ച വീട്ടിൽ പോകുമ്പോ ഒറ്റ ഒരു കാര്യം നോക്കിയാൽ മതി. ഈ വയത് പറയണ ഞാനിപ്പോ ഇവിടെ വെച്ചങ്ങ് മരിച്ചെന്ന് സങ്കല്പിക്കുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറമനുഷ്യന്മാർ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം എന്താ? ഇപ്പൊ ഞാൻ ഇവിടെ വെച്ചങ്ങ് വീണ് മരിച്ചു പോയാൽ എനിക്ക് സ്വർഗം കിട്ടുമല്ലോ. ഇതിൽ കൂടുതൽ എന്താ വേണ്ട? എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം സ്വർഗം. ഇപ്പൊ ഇവിടെ വീണ് പോയാൽ സ്വർഗം കിട്ടും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ മരിച്ചുപോയി, ആരെങ്കിലും എന്റെ മയ്യത്തൊന്ന് തിരുവനന്തപുരം വരെ എത്തിക്കും. അപ്പൊ ഈ സംഘാടകരും ഉസ്താദന്മാരൊക്കെ വിചാരിക്കും നമ്മുടെ സദസ്സിൽ വെച്ച് വീണ് മരിച്ചു പോയതാലും ഒന്ന് കാണാൻ പോവാം. അങ്ങനെ ഒരു ആംബുലൻസിനകത്ത് എന്റെ വീട്ടിൽ കൊണ്ടുപോയി, എന്റെ നാട്ടിൽ കൊണ്ടുപോയി എന്റെ മയ്യത്ത് ഇങ്ങനെ വീടിനകത്ത് വെള്ള തുണിയിൽ പുതച്ച് കിടത്താം. അപ്പൊ എന്റെ ഉമ്മ അവിടെ നിന്ന് കരയും, സഹോദരങ്ങൾ കരയും, എല്ലാരും കരയുന്നുണ്ട്. മയ്യത്ത് കാണുമ്പോ കരയും. എന്റെ ഭാര്യ സുമയ്യ, അള്ളാഹുവേ, അവളെന്റെ മയ്യത്ത് കാണുമ്പോ ഇരുന്ന് കരയും. എന്ത് പറഞ്ഞിട്ടാ കരയണെന്നറിയും? ഞാൻ എന്റെ ഭാര്യയെ പറയാം, നിങ്ങൾ നിങ്ങളുടെ ഭാര്യ കരുതുക. ഞാൻ നിങ്ങളെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, എന്റെ മയ്യത്ത് വീടിനകത്ത് ഇട്ടിരിക്കുന്നു, നിങ്ങളുടെ മയ്യത്തും വീടിനകത്ത് വെച്ചിരിക്കുക. ആ സമയത്ത് നിങ്ങളുടെ ഭാര്യ കരയും. വെറുതെ അല്ല കരയണേ. ആ കരയണ സമയത്ത് ഒരു വാക്കുകൂടെ പറയും. എന്തേ പറയണേ? അറിയോ മനുഷ്യന്മാരെ? ഇല്ല. എന്തേ പറയണമെന്നറിയോ? നമ്മുടെ ഭാര്യ, എന്റെ ഭാര്യ, അവള് നെഞ്ചത്തടിച്ച് പൊട്ടി കരഞ്ഞിട്ട് പറയും, അള്ളാഹുവേ, ഇനി എനിക്കും എന്റെ മക്കൾക്കും ആരാ അല്ലാഹ് ഉള്ളത്? ഇനി എനിക്കും എന്റെ മക്കൾക്കും തിന്നാൻ തരാൻ ആരാ അല്ലാഹ് ഉള്ളത്? അവളുടെ കരച്ചിൽ അതിനു വേണ്ടി. ഒന്ന് ചിന്തിക്ക്. അവക്കാരൊക്കെ ഉണ്ട്? അവളുടെ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, കൂടപ്പുറപ്പുണ്ട്, ബന്ധുക്കളുണ്ട്, എല്ലാരും ഉണ്ട്. സത്യത്തിൽ അവള് പറയേണ്ടത് ആരാ? എന്റെ ഇക്കക്കിനി ആരാ അല്ലാഹ് ഉള്ളത്? എന്നെ കബറിലാ കൊണ്ടുവെക്കണേ, അവിടെ ആരും വരൂല. എന്റെ വാപ്പ, എന്റെ ഉമ്മ, എന്റെ കൂടെ കടന്നവൾ ആരും വരൂല, ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകാം. സത്യത്തിൽ അവള് പറയേണ്ടത് എന്റെ ഇക്കാക്കിനി ആരുണ്ട് പടച്ചവനെ എന്ന് നെഞ്ചത്തടിച്ച് കരയുന്നതിന് പകരം അവള് പറയുന്നത് എനിക്ക് എന്റെ മക്കൾക്കും തിന്നാൻ തരാൻ ആരുണ്ട് പടച്ചവനെ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഭാര്യ ഇതെന്നെ പറയുള്ളൂ, വേറെ ആരും മാറ്റി പറയൂല. പറയൂ. ഈ ഒരു ചിന്ത മതി നന്നാകാൻ. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, 2 തെറ്റുകൾ ആരുടെ ഭവനത്തിലുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ തെറ്റേതെന്നറിയുമോ? ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തണേ ചെറുപ്പക്കാരാ, പെങ്ങളെ, ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തണേ പൊന്നുമോളെ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആയുസ് കുറയുന്ന ഒന്നാമത്തെ തെറ്റേതെന്നറിയുമോ? ഹറാമായ സമ്പത്ത് ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരന് അത് തിന്നാനുള്ള യോഗമുണ്ടാകില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഹറാമായ സമ്പത്തുണ്ടല്ലോ, ഏത് വീട്ടിലാണോ മോട്ടിച്ചതും പിടിച്ചു പറിച്ചതും പലിശ കച്ചവടം നടത്തിയതും ലോട്ടറി എടുത്തിട്ട് വാരിക്കൂട്ടുന്ന സമ്പത്തുണ്ടല്ലോ, മോനെ, സുഖിക്കാനുള്ള യോഗം നിനക്കില്ല. എന്റെ പ്രിയമുള്ളവരെ, തിരുത്തട്. ഇന്നെല്ലാവർക്കും പണമതിയല്ലോ, ഏത് വഴിയിലൂടെയും അത് സമ്പാദിക്കാൻ നെട്ടോട്ടമോടുകയാ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഒരു പെണ്ണ് സ്വർഗത്തിലാ,
സ്വർഗത്തിലാണ്, ഒരു പെണ്ണ് സ്വർഗത്തിലാണ്. ഏത് പെണ്ണെന്നറിയുമോ? ഏത് പെണ്ണെന്നറിയുമോ? രാവിലെ ജോലിക്കിറങ്ങി പോകുന്ന ഭർത്താവുണ്ടല്ലോ, രാവിലെ കുടുംബത്തെ പോറ്റാ, ഭാര്യക്കും മക്കൾക്കും വല്ലതും തിന്നാൻ കൊടുക്കാൻ പടച്ചവരെ രാവിലെ ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് വൈകുന്നേര സമയത്ത് ഇന്ന് ജോലിയൊന്നും കിട്ടിയില്ല, ഇന്ന് ജോലിയൊന്നും കിട്ടിയില്ല, പൈസയൊന്നും കിട്ടിയില്ല, വൈകുന്നേരം വെറും കയ്യോടെ ഈ വീട്ടിലേക്ക് കയറി വന്നാൽ ഞാനും എന്റെ മക്കളും പച്ചവെള്ളം കുടിച്ചിട്ട് കിടന്നുറങ്ങാ തയ്യാറാ. ഞങ്ങളെ കൊണ്ട് ഹറാമിന്റെ ഭക്ഷണം തീറ്റിക്കല്ലേ, ഹറാമിന്റെ പൈസയുമായി ഈ വീട്ടിലേക്ക് വരല്ലേ എന്ന് രാവിലെ ഇറങ്ങി പോകുന്ന ഭർത്താവിനെ ഓർമ്മപ്പെടുത്തുന്ന പെണ്ണ് അവൾ സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഒരു പെണ്ണും അങ്ങനെ പറയാറില്ല, ഒരു പെണ്ണും അങ്ങനെ പറയാറില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, പണത്തിനോടുള്ള ആർത്തികള ചെറുപ്പക്കാരാ, കൊട്ടേഷൻ പണി നടത്തുന്നവരുണ്ടല്ലോ, പണത്തിനെ പിടിച്ചു പറിക്കാൻ പോകുന്നവരുണ്ടല്ലോ, മോഷണം നടത്താൻ പോകുന്നവരുണ്ടല്ലോ, പൊന്നുമോനെ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രം അറിയുമല്ലോ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ കാലിന്റെ അടിയിലുള്ള ഒരു പിടി മണ്ണ് പോലും അല്ലാഹുവിന്റെ റസൂലിന് സ്വന്തമായിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് ചവിട്ടിയിരുന്ന ആ കാലിന്റെ അടിയിലുള്ള ഒരു പിടി മണ്ണ് പോലും അല്ലാഹുവിന്റെ റസൂലിന് സ്വന്തമായിട്ടില്ലായിരുന്നു. ചെറുപ്പക്കാരോ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പോയ സഹാബത്തുണ്ടല്ലോ, തന്റെ ആയുഷ്കാലം മുഴുവനും അധ്വാനിച്ചുണ്ടാക്കിയ സർവ്വസമ്പത്തുകളും പടച്ചവനെ വലിച്ചെറിഞ്ഞിട്ടാ പോയത്. അല്ലാഹുവിന്റെ റസൂൽ ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം പറഞ്ഞു തരികയോ. പണമുണ്ടാക്കാ കൊട്ടേഷൻ നടത്തുന്നവരുണ്ടല്ലോ, ഹറാമായ വഴികൾ സ്വീകരിക്കുന്നവരുണ്ടല്ലോ, ലോട്ടറി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ സഹാബത്തിന്റെ മുന്നിലിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയോ, ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയോ. അല്ലാഹുവിന്റെ റസൂൽ കരയാൻ തുടങ്ങി. ആ ചെറുപ്പക്കാരനെ കണ്ടിട്ട് റസൂലുള്ളാഹിന്റെ കണ്ണ് നിറയുകയാ. ആരാ നടന്നു വന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് നടന്നു വന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് നടന്നു വന്ന ആ ചെറുപ്പക്കാരൻ ആരായിരുന്നെന്നറിയുമോ? മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. മിസ്അബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ വല്ലാതെ കരയുകയാ. മിസ്അബ് ചോദിക്കുന്നു, നബിയേ, എന്തിനാ നബിയേ കരയുന്നത്? എന്നെ കണ്ടപ്പോ എന്തിനാ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മിസ്അബേ, നിന്റെ പഴയകാലം ഞാനൊന്ന് ഓർത്തുപോയി മിസ്അബേ. എന്റെ പ്രിയമുള്ളവരെ, ആരാ മിസ്അബ് എന്നറിയുമോ? മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്നു മിസ്അബ്. മിസ്അബ് ധരിക്കുന്നത് സ്വർണത്തിന്റെ വസ്ത്രമാ, സ്വർണത്തിന്റെ വസ്ത്രമാണ് ധരിക്കുന്നത്. സുഗന്ധം വല്ലാത്ത ഇഷ്ടമാണ്. ഒരിക്കലേ ഒരു സുഗന്ധം തേക്കൂ. മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കുതിരയുടെ മുകളിൽ ഇരുന്ന് പോകുന്നത് കാണാ. മക്കയിലെ പെണ്ണുങ്ങൾ വന്ന് കാത്തിരിക്കുമായിരുന്നു. പടച്ചവനെ, ആ ചെറുപ്പക്കാരൻ അല്ലാഹുവേ ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. മിസ്അബ് ലോകത്ത് ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത് പെറ്റ ഉമ്മാനെയായിരുന്നു. മിസ്അബിന് വല്ലാത്ത പേടിയായിരുന്നു, വല്ലാത്ത ദേഷ്യമുള്ളവളായിരുന്നു മിസ്അബിന്റെ ഉമ്മ. അവസാനം മിസ്അബ് മുസ്ലിമായെന്നറിയുമ്പോ വീടിനകത്ത് കെട്ടിയിട്ടിട്ട് പട്ടിണിക്കിട്ടിട്ട് തല്ലിച്ചതയ്ക്കുകയാണ്. എന്ത് ചെയ്തിട്ടും മിസ്അബ് റളിയല്ലാഹു തആല ആർക്കും മടങ്ങി വരുന്നില്ല. അവസാനം എനിക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പോകണമെന്ന് വീടിനകത്ത് കടന്ന് പറയുമ്പോ വീട്ടിലെ ജോലിക്കാര് മുഴുവനും വീടിനകത്തിട്ട് തല്ലിച്ചതച്ചിട്ട് ഉമ്മ പറയുന്നു, ഇവനെ വലിച്ചടച്ച് വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിയാ. വീട്ടിലെ ജോലിക്കാര് മുഴുവനും മിസ്അബ് റളിയല്ലാഹു തആല ഇവര് വലിച്ചടച്ച് വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിയുമ്പോ ഉമ്മ പറയുന്നു, മോനെ മിസ്അബേ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ എന്റെ സമ്പത്തിൽ നിന്ന് ഒരു രൂപ പോലും നിനക്ക് ഞാൻ തരൂല മിസ്അബേ.
മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമ്മ പറയുകയാ, എന്റെ സമ്പത്ത് എത്രയാണെന്നറിയുമോ? എനിക്ക് എത്ര കോടിയുടെ ആസ്തിയുണ്ടെന്നറിയുമോ? മക്കയുടെ പകുതിയും എന്റെതാ പൊന്നുപോലെ, മക്കയുടെ പകുതിയും എന്റെതാണ്. ഇവിടെ നിന്ന് നീ ഇറങ്ങിപ്പോയാ നിനക്കൊരു 5 നയാ പൈസ പോലും തരില്ലെന്ന് പറയുമ്പോ മിസ്അബ് റളിയല്ലാഹു തആല പടച്ചവനെ എഴുന്നേറ്റിട്ട് ധരിച്ചിരുന്ന കമീസ് അടിക്കുകയാ, ഇട്ടിരുന്ന വസ്ത്രമൂരിയിട്ട് തന്റെ ഉമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് പറയുകയാ, ഇതും എനിക്ക് വേണ്ട, ഇതും എനിക്ക് വേണ്ട. അല്ലാഹുവേ, ഉമ്മ പറയുന്നു, മിസ്അബ് നീ നശിച്ചു പോകുമടാ, നീ നശിച്ചു പോകുമടാ. എന്നിട്ട് പറയും, നീ എന്നെ ഉമ്മ എന്ന് നീ വിളിക്കല്ലേ, ഞാൻ മരിച്ചാ പോലും നീ എന്നെ കാണാവരല്ലേ മിസ്അബേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുകയാ. എന്തിനാ അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞതെന്നറിയുമോ? പണത്തിന്റെ പുറകെ ഓടുന്ന, ഹറാമായ മാർഗത്തിലൂടെ പണം സമ്പാദിക്കുന്ന ചെറുപ്പക്കാരാ, എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ ഏത് വൃത്തികേടും സ്വീകരിക്കുന്ന എന്റെ പ്രിയമുള്ള പെങ്ങളോട് അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞതെന്തിനെന്നറിയുമോ? മക്കയുടെ പകുതിയും സ്വന്തമായിട്ടുണ്ടായിരുന്നോ സ്വർണത്തിന്റെ വസ്ത്രം ധരിച്ച് നടന്ന ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ഒരു പുതപ്പ് പുതച്ചിരിക്കുകയാ. ഒരേ ഒരു പുതപ്പേ ഉള്ളൂ. ആ പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാ. ആ പുതച്ചിരിക്കുന്ന പുതപ്പുണ്ടല്ലോ 62 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ച് വെച്ചിരിക്കുകയാ. 62 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ച് വെച്ചിരിക്കുന്ന ഒരു പുതപ്പുമിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ പ്രവാചകനെ കരഞ്ഞുകൊണ്ട് അവിടുന്ന് ചോദിക്കുന്നു, മിസ്അബേ, ഇതെന്ത് കോലവാ മിസ്അബേ, ഇതെന്ത് കോലവാ മിസ്അബേ. യാ റസൂലല്ലാഹ്, ഓരോ സ്ഥലം കീറുമ്പോഴും തയ്ക്കാവല്ലാത്ത സന്തോഷവാരബിയേ. ഇങ്ങനെ നടക്കുന്നത് എന്തിനെന്നറിയോ? മരിക്കുമ്പോ സ്വർഗം കാണാനാ നബിയേ. എനിക്ക് നാളെ സ്വർഗത്തിലെ വസ്ത്രം ധരിക്കണം നബിയേ. എന്റെ പ്രിയമുള്ളവരെ, ഉഹദിന്റെ രണാങ്കണത്തിലെ യുദ്ധം കഴിഞ്ഞു. സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഒരു മയ്യത്ത് ചുമന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് വരികയാ. ഒരു മയ്യത്ത് ചുമന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ മയ്യത്ത് കൊണ്ടുവച്ചു. ആരുടെ മയ്യത്തെന്നറിയുമോ? മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്താണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങൾ എന്തിനാ കരയുന്നത്? മിസ്അബിനെ എന്തേ കഫൻ പൊതിയാത്തത്? പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, കഫൻ തുണി തികയുന്നില്ല നബിയേ. മിസ്അബിനെ പൊതിയാ തുണിയില്ല നബിയേ. മിസ്അബിന്റെ മയ്യത്ത് പൊതിയാ തുണിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോ തലമറയ്ക്കുമ്പോ 2 കാല് വെളിയിൽ കിടക്കുകയാ. കാല് മറച്ചാ തല വെളിയിൽ കിടക്കുകയാ. പുതയ്ക്കാ തുണിയില്ല, കഫൻ പൊതിയാ തുണിയില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, തലമറച്ചിട്ട് കഫൻ പൊതിയാ. എന്റെ പ്രിയമുള്ളവരെ, കഫൻ പൊതിഞ്ഞ് കഴിയുമ്പോ മിസ്അബ് എന്ന ചെറുപ്പക്കാരന്റെ 2 കാല് വെളിയിൽ കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പുല്ല് പറിച്ചു കൊണ്ടുവരാ. സഹാബത്ത് പോയി പുല്ല് പറിച്ചു കൊണ്ടുവന്നു. മിസ്അബിന്റെ 2 കാലിലും പുല്ല് വെച്ച് കെട്ടിക്കെട്ട് മയ്യത്ത് പൊതിയുകയാ. നമസ്കാരം കഴിഞ്ഞു. ജനാസ ഖബറിനകത്തേക്ക് ഇറക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കാലിൽ കെട്ടിവെച്ചിരുന്ന പുല്ലങ്ങടിഞ്ഞ് വീഴുകയാ. എല്ലാരും ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാണ്. അല്ലാഹുവേ, റസൂലുള്ള ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാ. മയ്യത്ത് കയ്യിൽ പിടിച്ചിട്ട് സഹാബത്തിരുന്ന് കരയുകയാണ്. എല്ലാരും കരയുന്നത് കണ്ടപ്പോ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം സഹാബാ. പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് യുവതികളോട്, മോളെ, മരിച്ചാൽ എങ്ങനെ മരിക്കണമെന്നറിയുവോ?
നാസി മയ്യസിരി നഫ്സഹു ബുതിഗാ മർളാതില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. മരിച്ചാൽ ഇവരെ പോലെ മരിക്കണം. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിട്ട്, മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിട്ട് മരിക്കണം ചെറുപ്പക്കാരാ. അതിനു വേണ്ടി പരിശ്രമിക്കുക പൊന്നുമോനെ. ഹറാമായ സമ്പത്ത് വേണ്ട മോനെ. നിന്റെ ആയുസ് അല്ലാഹു കുറച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ രണ്ടാമത്തെ പാപമേതെന്നറിയുമോ? ആയുസ് കുറച്ചു കളയുന്ന രണ്ടാമത്തെ തെറ്റേതെന്നറിയുമോ? ആരുടെ വീട്ടിലാണോ വ്യഭിചാരമുള്ളത്, ആ വീടിന്റെ ഉടമയ്ക്ക് ആയുസ് കുറയുമെന്ന് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, ഏതെങ്കിലും ഒരു സുന്ദരിയായ പെണ്ണ് വിളിക്കുമ്പോ അവൾക്ക് തിന്നിട്ട് എല്ലിനകത്ത് കയറിയിട്ട് അവക്ക് കിടന്നിട്ടുറക്കം വരാതെ നിന്നെ വിളിക്കുമ്പോ ഓടിച്ചെല്ലുന്ന ചെറുപ്പക്കാരാ, നിന്റെ ആയുസാടാ കുറയുന്നത്, നിന്റെ ആയുസാ മോനെ കുറയുന്നത്. നിന്റെ ഭാര്യയെയും മക്കളെയും കളഞ്ഞിട്ട് ഏതെങ്കിലും ഒരു തൊലിവെളുപ്പുള്ളവന്റെ ഭാര്യയുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ മോനെ സുഖിക്കാൻ പോകുന്ന ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യയും മക്കളും വിധവയും എത്തിയുമായി പോകും പൊന്നുപോലെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, വ്യഭിചാരമെന്ന് പറഞ്ഞാൽ ആണിന്റെയും പെണ്ണിന്റെയും ഗുഹ്യഭാഗങ്ങൾ ചേരുന്നതിന് മാത്രമല്ല വ്യഭിചാരമെന്ന് പറയുന്നത്. കണ്ണിന് വ്യഭിചാരമുണ്ട്, കൈക്ക് വ്യഭിചാരമുണ്ട്, ചെവിക്ക് വ്യഭിചാരമുണ്ട്, നാവിന് വ്യഭിചാരമുണ്ട്, കാലിന് വ്യഭിചാരമുണ്ട്, ഹൃദയത്തിന് വ്യഭിചാരമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ ചെവിയുടെ വ്യഭിചാരം എന്തെന്നറിയുവോ? ഹറാമായ സംസാരം കേൾക്കൽ നിന്റെ ചെവിയുടെ വ്യഭിചാരമാ ചെറുപ്പക്കാരാ. പാതിരാത്രി ഫോൺ എടുത്തിട്ട് നിന്റെ കാമുകിയോട് സംസാരിക്കുന്നവനാണല്ലോ മണിയറ രഹസ്യങ്ങൾ പോലും പരസ്യപ്പെടുത്തുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പെണ്ണേ അത് നിന്റെ നാവിന്റെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കൈയുടെ വ്യഭിചാരം എന്തെന്നറിയുവോ? കൈയുടെ വ്യഭിചാരം എന്തെന്നറിയുവോ? അന്യ പെണ്ണിന്റെ ശരീരത്തെ തൊടുന്നത് കൈയുടെ വ്യഭിചാരമാ. ബസിനകത്തിരുന്നിട്ട്, അതാ കല്യാണ വീട്ടിലിരുന്നിട്ട്, ജനങ്ങൾ കൂടുന്നതിന്റെ ഇടയിലിരുന്നിട്ട് പെണ്ണുങ്ങളുടെ ശരീരത്തെ പിടിക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയുവോ? ഏതെങ്കിലും ഒരു അന്യ പെണ്ണിന്റെ ശരീരത്തെ നിനക്ക് തൊടണമെന്ന് തോന്നിയാ അവളെ തൊടുന്നതിനേക്കാളും നല്ലതെന്തെന്നറിയുവോ? ഒരു അന്യ പെണ്ണിന്റെ ശരീരത്തെ നിനക്ക് തൊടണമെന്ന് തോന്നിയാ അവളെ തൊടുന്നതിനേക്കാളും നല്ലതെന്തെന്നറിയുവോ? കാഷ്ടം തിന്നുകൊണ്ട് കിടക്കുന്ന പന്നിയുണ്ടല്ലോ, തൊട്ടാൽ 7 വെള്ളത്തിൽ കഴുകണമെന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്ന പന്നിയുണ്ടല്ലോ, അത് കാഷ്ടത്തിൽ കിടക്കുന്ന സമയത്ത് ആ പന്നിയെ കെട്ടിപ്പിടിച്ച് കിടക്കലാണ് ഒരു അന്യ പെണ്ണിന്റെ ശരീരത്തെ തൊടുന്നതിനേക്കാളും നല്ലതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു അന്യ പെണ്ണിന്റെ ശരീരത്തൊന്ന് തൊടണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടായ അവളെ തൊടുന്നതിനേക്കാളും പന്നിയെ കെട്ടിപ്പിടിച്ച് കിടക്കലാ നല്ലതെന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം പന്നിയെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ 7 വെള്ളത്തിൽ കഴുകിയ ശുദ്ധിയാകും. പെണ്ണിന്റെ ശരീരത്തൊട്ടാലെ പോയി. എന്റെ പ്രിയമുള്ളവരെ, കണ്ണിന്റെ വ്യഭിചാരം അന്യ പെണ്ണിനെ കാണലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. പെണ്ണിനെ കാണൽ, ഹറാമുകൾ കാണൽ. ഇന്നത്തെ കാലത്ത് ആരായാലും ഈ പെണ്ണുങ്ങളൊക്കെ എഴുന്നള്ളത്തിന് വരുന്ന ആന വരുന്നത് പോലെ വന്ന ആരായാലും നോക്കിപ്പോകും. ഞാനാണെങ്കിലും നോക്കിപ്പോകും. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്കെതിരെ ഒരു പെണ്ണ് വന്ന ഏതൊരു മനുഷ്യനും നോക്കിപ്പോകും. എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ നോട്ടം ജായിസാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാനിങ്ങനെ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു പെണ്ണ് വരുന്നു, സ്വാഭാവികമായിട്ടൊന്ന് നോക്കി അപ്പോഴേ കണ്ടതാഴ്ത്തി കളയണം. ഒന്നാമത്തെ നോട്ടം അനുവദനീയമാണെന്ന് പറഞ്ഞിട്ട് 1.5 നോട്ടം നോക്കിയേക്കില്ല. അങ്ങനെ ഉണ്ടല്ലോ ചിലത്. ഒന്നാമത്തെ നോട്ടം അനുവദനീയമാണെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കരുത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.